തുടരും MCA നാസർ കൂടെ നമ്മോടൊപ്പം ഉണ്ട്. MCA, ഇപ്പോൾ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ മുമ്പും ഹമാസ് പല വെടിനിർത്തൽ കരാറുകളും അംഗീകരിക്കുകയും എന്നാൽ ഇസ്രായേൽ അവസാനം വെച്ച് അതിൽ നിന്ന് പിന്മാറുകയും അങ്ങനെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ മുഴുവൻ പാളിപ്പോവുകയും ചെയ്ത ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇക്കുറി എന്തായിരിക്കും ഇതിന്റെ ഭാവി? ഈ ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെ ഏറ്റവും പുതിയ ഗസയുടെ രാഷ്ട്രീയ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ കൂടി ഇത് അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്? സൈഫുദ്ദീൻ നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും നിർണായകമായിട്ട് മാറുന്നത് അമേരിക്കൻ നിലപാട് തന്നെയായിരിക്കും. പക്ഷേ ഇന്ന് വൈകിട്ട് ട്രംപ് നടത്തിയ ആ പ്രതികരണത്തിൽ ഏറെക്കുറെ ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഗസയെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കൽ പദ്ധതി അതിനെ പരോക്ഷമായിട്ട് ഒരു അനുകൂലിക്കുന്ന പ്രതികരണമാണ് ട്രംപിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഹമാസിനെ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യുകയല്ലാതെ ബന്ദികളെ വിട്ടുകിട്ടാൻ മറ്റൊരു മാർഗവും ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടിയെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ട് ട്രംപിന്റെ ഒരു പ്രതികരണം വരുമ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഒരു പക്ഷേ നേരത്തെ തന്നെ അമേരിക്കൻ നേതൃത്വം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ചതാണ്. 2 മാസം നീണ്ടു നിൽക്കുന്ന ആ വെടിനിർത്തൽ ഒരു പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമെന്ന സൂചന നിലനിൽക്കുന്നുണ്ട്. പക്ഷെ സമ്പൂർണമായിട്ടുള്ള യുദ്ധവിരാമം എന്ന പോരാളി സംഘടനകളൊക്കെയും ആവശ്യപ്പെട്ട് അതിലേക്ക് എത്ര കണ്ട് നീങ്ങാൻ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ അതിനെ പ്രേരിപ്പിക്കാൻ അമേരിക്ക തയ്യാറാകുമെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അല്പം മുമ്പ് തീവ്ര വലതുപക്ഷ മന്ത്രിയായിട്ടുള്ള ബെൻഗവറിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. അതിൽ പറയുന്നത് നെതന്യാഹുവിന് സ്വന്തം നിലയ്ക്ക് ഒരു ഭാഗികമായിട്ടുള്ള യുദ്ധവിരാമത്തെ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അത്തരം നീക്കങ്ങളിൽ നിന്ന് നെതന്യാഹു വിട്ടുനിൽക്കണം എന്ന് കുറെ കൂടി വളരെ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളാണ് മുമ്പ് ഉള്ളതുപോലെ തന്നെ ബെൻഗവറും അതോടൊപ്പം തന്നെ സ്മോട്രിക്ക് ഈ 2 മന്ത്രിമാർ കടുത്ത നിലപാടിൽ തന്നെയാണ് ഹമാസുമായിട്ട് ഒരു നിലക്കുള്ള ഒരു വെടിനിർത്തലും ഉണ്ടാകാൻ പാടില്ല എന്ന്. ഈ സമ്മർദ്ദത്തെ എത്ര കണ്ട് അതിജീവിക്കാൻ നിലവിൽ നെതന്യാഹുവിന് സാധിക്കുമെന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേലിൽ ഒരു പക്ഷേ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വൻ പ്രക്ഷോഭ പരിപാടികളാണ് ഈ പിന്നിട്ട 2 ദിവസങ്ങളെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം പണിമുടക്കുകളിലും അതോടൊപ്പം തന്നെ പ്രക്ഷോഭ പരിപാടികളിലും 5 മുതൽ 10 ലക്ഷം വരെ പേർ അണിനിരന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നറിയിപ്പാണ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇനിയും ഹമാസുമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ ദീർഘിപ്പിക്കുകയും അത്തരമൊരു കരാറിനെ പുറംതിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പൊതു സമ്മർദ്ദം ഇസ്രായേലിനുള്ള രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനെ എത്ര കണ്ട് നിരാകരിക്കാൻ ഇനി നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും സാധിക്കുമെന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈജിപ്തും ഖത്തറും ഈ 2 മധ്യസ്ഥ രാജ്യങ്ങൾ അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള സൂചനയാണ് ഈ 2 രാജ്യങ്ങളും നൽകുന്നത്. അമേരിക്കക്ക് ഇതിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കാനാവില്ല. താൽക്കാലിക വെടിനിർത്തൽ എന്തായാലും യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ വരും. ഹമാസ് അംഗീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ സമ്പൂർണ്ണ യുദ്ധവിരാമത്തിലേക്ക് പരമാവധി ഈ ഇസ്രായേലിനെയും ഹമാസിനെയും പ്രേരിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം തീർച്ചയായിട്ടും തങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് ഈ 2 മധ്യസ്ഥ രാജ്യങ്ങൾ നൽകുന്നത്. എന്തായാലും അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈ പുതിയ സംഭവ വികാസങ്ങളെ അവർ ഉറ്റുനോക്കുന്നത്. ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന ഒരു വലിയ താല്പര്യം തന്നെ അറബ് ലോകത്തുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും ഈ നീക്കത്തെ ഏറെക്കുറെ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. കാരണം അടുത്ത മാസത്തോടുകൂടി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാൻ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും തീരുമാനിച്ച ആ ഒരു സാഹചര്യം ഇസ്രായേലിനും വലിയ തോതിൽ ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ വെടിനിർത്തലിലേക്ക് വരികയാണെങ്കിൽ തൽക്കാലം ആ പ്രതിസന്ധിയെ മറികടക്കാനും തങ്ങൾക്ക് സാധിക്കും എന്ന ഒരു തിരിച്ചറിവിലേക്കാണ് ഇസ്രായേലും ഇപ്പോൾ വൈകിയാണെങ്കിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും. അതോടൊപ്പം തന്നെ ട്രംപ് ഇതിൽ കുറെ കൂടി സജീവമായിട്ട് ഇടപെടും എന്നൊരു പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 മാസത്തേക്കുള്ള താൽക്കാലിക വെടിനിർത്തൽ എന്തായാലും വരും. തുടർന്ന് ഒരു സമ്പൂർണ്ണ യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് സംബന്ധിച്ച ചോദ്യം ഇപ്പോൾ പോലും നിലനിൽക്കുകയാണ്. അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്നത് അമേരിക്ക തന്നെയായി മാറുകയാണ്. ഇപ്പുദ്ദീൻ.